ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കോതമംഗലം താലൂക്കിലെ ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം ഒരുക്കിയത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും ഭരണസാരഥികൾ പങ്കെടുത്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയും എല്ലാം ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ബേബി പറഞ്ഞു, റേഷൻ വ്യാപാര രംഗം ഇന്ന് സങ്കീർണങ്ങളായ നിരവധി വിഷയങ്ങൾ നേരിടുന്ന കൂട്ടുകാർ. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നപ്പോൾ അതിൽ വളരെ വ്യക്തമായി നിയമത്തിൽ പറയുന്നുണ്ട്, റേഷൻ വ്യാപാരികൾക്ക് ഒരു ലൈസൻസ് മാത്രം മതിയെന്ന്. പക്ഷെ അത് സംസ്ഥാനത്ത് ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കണം എന്ന് പറഞ്ഞ് പല റേഷൻ വ്യാപാരികളും കത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒരു ഹൈക്കോടതി വിധി ഉണ്ടായത് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയെ നിശ്ചിതമായി കോടതി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ലൈസൻസ് ഫീസ് ഈടാക്കി തൊഴിൽക്കുറവ് ഈടാക്കി അത് രണ്ടും മടക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് ഉണ്ട്. പക്ഷേ ആ ഉത്തരവിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ പിടിച്ചു നിന്നിരുന്നത്. ജില്ലാ പ്രസിഡന്റ് വി ബേബി അധ്യക്ഷത വഹിച്ചു. എം രവി, PT പോൾ, ഷെല്ലി പുതുശ്ശേരി, TM ജോർജ്, മാജോ മാത്യു, MS സോമൻ, KS സനൽകുമാർ, ബിജി M മാത്യു, ഷാജി വർഗീസ്, എൽദോസ് ജോസഫ്, മോൻസി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.